എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ നടന്മാരും ഇപ്പോൾ നായകന്മാരായാലും ശരി നായികമാരായാലും എല്ലാവരും അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയവരാരും തിരിച്ചു വരില്ല. കാരണം അതെ പോയവരും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊരു വലിയ സംഭവം. നമുക്ക് ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് റെസ്പെക്ട് പറയുന്നത്. അത് അവിടെ കിട്ടും. അതെ 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 അല്ല എല്ലാവരും അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമേ വരുന്നുള്ളൂ. മലയാള സിനിമ മലയാളികൾ മാത്രമേ കാണുന്നുള്ളൂ. അതേ സമയത്ത് തെലുങ്ക് സിനിമ എന്ന് പറയുന്ന സാധനം അത് പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ്. അപ്പോൾ ഒറ്റയടിക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ച് അവർക്ക് ഓൾ ഓവർ ഇന്ത്യ ഒറ്റയടിക്കാണ് റീച്ച് കിട്ടുന്നത്. റീച്ച് കൂടുതലാണ് എല്ലാ ഭാഷയും. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഈ തെലുങ്ക് സിനിമ കണ്ടിട്ടാണ് എനിക്ക് കന്നഡയിൽ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തമിഴ് പ്രോജക്റ്റ് ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ മലയാളം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഒതുങ്ങിയിട്ടില്ല. പ്രതിഫലത്തിന്റെ കാര്യം ഇവിടെ പറയണതല്ലേ നമ്മള്. കാരണം നമുക്ക് അതുകൊണ്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇപ്പോ അവിടെ നമുക്ക് കിട്ടുന്ന സാലറി ആയിരിക്കും മലയാള സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അത് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു 460 കോടി ബഡ്ജറ്റാണ് രാജാസാബ് എന്ന് പറഞ്ഞ പ്രഭാസിന് പടം. അപ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റ് പടത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് തരുന്നത് ചെറിയൊരു എമൗണ്ടാണ്. പക്ഷെ അത് നമുക്ക് വലിയൊരു എമൗണ്ടാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ വ്യത്യാസം. എല്ലാവരും അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് റീച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് അവിടെ പടം ചെയ്യുന്നുണ്ട്, മഹേഷ് ബാബുവിന് കൂടെ രാജ്മൗലി പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഡ്രീം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ മൂവി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫഹദൊക്കെ എനിക്ക് തോന്നുന്നു ഫഹദിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അവിടെ. ഫഹദിനൊക്കെ പല ആൾക്കാരും എൻ്റെ അടുത്ത് തന്നെ ലൊക്കേഷൻ വന്ന് ചോദിച്ചിട്ട് ഫഹദിന് ഡേറ്റ് കിട്ടാൻ വേണ്ടോ നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ. കാരണം ഫഹദിനൊക്കെ അത്രയും ഡിമാൻഡ് ഉണ്ടാവും. പക്ഷെ പുള്ളി വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അത്രയ്ക്കും ഞാനൊക്കെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 2-3 ആൾക്കാർ പ്രൊഡക്ഷൻ ടീം വന്നിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് നേരിട്ട് പറ്റുന്നുണ്ടോ, അങ്ങനെ ഡേറ്റ് കിട്ടാൻ വഴിയുണ്ടോ, 10 ദിവസത്തെ വർക്ക് മതി പുള്ളിയുടെ എന്നുള്ളതാണ്. അത്രയും ഒരു ഭയങ്കര അത്രയും സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാരെ. അതേപോലെ സുരാജേട്ടനൊക്കെ ഇപ്പോൾ അവിടെ പടം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടാവും. അതെ അതെ അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ അവസരം വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നായികമാരൊക്കെ അവിടെ കാണുമ്പോഴുള്ളത്. അനുപമയൊക്കെ വേറെ റേഞ്ചിലെത്തിക്കും.